ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണം ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കൊച്ചു ഓണപരിപാടികളാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. ഗൈസ്, അപ്പം നമ്മുടെ ആദ്യത്തെ മത്സരം എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ കസേരകളി തന്നെയാണ് നമ്മുടെ ആദ്യത്തെ മത്സരം. അപ്പോൾ ഇത് ആരെ ജയിക്കുന്നതെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പം ഞാനും മാമനും കൂടാണ് കസേരകളി കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആര് ജയിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ഗൈസ്, അങ്ങനെ നമ്മുടെ കസേരകളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വാശിയേറിയ കസേരകളി പോരാട്ടത്തിൽ ജയിച്ചത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ജയിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ കസേരകളിയിലും കാര്യങ്ങളൊക്കെ ഞാൻ ജയിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വാശിയേറിയ ഉറിയടി മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആര് ജയിക്കുമെന്നാണ് ഇന്ന് അറിയാൻ പോകുന്നത്. അപ്പോൾ ഞാനും മാമനും തമ്മിലാണ് ഉറിയടി മത്സരം. കണ്ണ് കെട്ടിയാണ് ഉറിയടി മത്സരം നടക്കുന്നത്. അപ്പോൾ അത് ആര് ജയിക്കുന്നത് നമുക്ക് കണ്ടറിയാം ഗൈസ്. അപ്പോൾ ഇത് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഉറിയടിക്കാൻ നേരത്തെ വെള്ളം ദേഹത്ത് വീഴുന്നത് കൊണ്ട് തന്നെ നമ്മൾ പഴയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാൻ പോവാണ്. അപ്പം പഴയ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് ഉറിയടിക്കുക ഗൈസ്. അങ്ങനെ നമ്മുടെ വാശിയേറിയ മത്സരത്തിൽ എൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ വാശിയേറിയ ഉറിയടി മത്സരം ഗൈസ്. അങ്ങനെ എന്നെ 3 വട്ടം കറക്കിയും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നിഷ്പ്രയാസം ഫസ്റ്റ് ചാൻസിൽ തന്നെ എല്ലാം അടിച്ച് തറയിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത അവസരം മാമൻ്റെയാണ്. ഫസ്റ്റ് ചാൻസിൽ തന്നെ മാമൻ പൊളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗൈസ്. മാമൻ പറഞ്ഞത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. മാമൻ പൊളിക്കുമെന്ന് പറഞ്ഞ് എല്ലാം പൊളിച്ച് തറയിട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇവിടെ എല്ലാം പൊട്ടിപ്പോകുന്നതുകൊണ്ട് നമ്മൾ സ്ഥലം മാറ്റിയിട്ടുണ്ട്. വേറെ സ്ഥലത്ത് വെച്ചാണ് നമ്മളിപ്പോൾ ഉറിയടിക്കുന്നത്. ആദ്യം തന്നെ എൻ്റെ ഉറിയടി മത്സരമാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഉറിയടി മത്സരത്തിൽ ഞാൻ നിഷ്പ്രയാസം ഉറിയടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അടുത്തതായിട്ട് വരാൻ പോകുന്ന മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ രാജീവാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നതാണ് യുദ്ധം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാമൻ്റെ പോരാട്ടമാണ് ഗൈസ്. അപ്പം നമ്മുടെ മാമനെ കൊണ്ടൊരു ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. ഓണമായതുകൊണ്ട് നമ്മുടെ ചെടിയും കാര്യങ്ങളൊക്കെ വെട്ടി സഹായിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന തവളച്ചാട്ടമാണ്. തവളച്ചാട്ടത്തിൽ ഞാൻ ബഹുദൂരം മുന്നിലെത്തി ജയിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ സെക്കൻഡ് പ്രൈസ് കിട്ടിയത് മാമനാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ജയിച്ചതിൻ്റെ സമ്മാന വിതരണമാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സമ്മാനം തരാൻ പോവുകയാണ് മാമൻ ഗൈസ്. അപ്പോൾ നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോവാണ്. ഓരോ കറികളായിട്ട് ഇപ്പോൾ വരും ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചിപ്സും ശർക്കര വരട്ടിയും വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പഴവും പപ്പടവും വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അച്ചാറും തേയിലും കാര്യങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ പച്ചടിയും തോരനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അവിയലും അതേപോലെ തന്നെ നല്ല ഇഞ്ചിക്കറിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നാരങ്ങ അച്ചാറാണ്. അതിനുശേഷം നമ്മുടെ സ്വന്തം ചോറ് തന്നെയാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ല പരിപ്പ് ഇച്ചിരി നെയ്യും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഫസ്റ്റ് തന്നെ തിന്നാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മാമനാണ് ഗൈസ്. അപ്പം മാമൻ തിന്ന് നോക്കി അടിപൊളി ടേസ്റ്റാണെന്നാണ് മാമൻ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഗൈസ്. അപ്പോൾ അടുത്തായിട്ട് തിന്നാൻ പോകുന്ന മറ്റാരുമില്ല, ഞാൻ തന്നെയാണ്. അപ്പം ഞാനും തിന്ന് നോക്കി അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റായിരുന്നു ഗൈസ്. അപ്പോൾ അതിനുശേഷം നമ്മൾ രണ്ടാമത് ചോറ് മേടിച്ചപ്പം നല്ല അടിപൊളി സാമ്പാറും അതേപോലെ തന്നെ നമ്മുടെ മോരും വെള്ളം കൂടെ വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ സ്വന്തം പായസവും പഴവും പപ്പടം കൂടി ഇട്ട് തിന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.